അർച്ചന വിനോദ് ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അർച്ചന, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആ ഗേറ്റ് തുറന്ന് ബിഷപ്പ് ഹൗസിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധക്കാരെ. ഏത് രീതിയിലാണ് പോലീസ് അവരെ നേരിടുന്നത്? എന്താണ് ഇപ്പോൾ നിലവിൽ അവിടെ സംഭവിക്കുന്നത്? വിനിഷ, പ്രതിഷേധം മഴയാതെ തുടരുകയാണ്. പ്രതിഷേധത്തിൽ ഒരടി മുന്നോട്ടില്ലെന്ന നിലപാടും തന്നെയാണ് ഇപ്പോൾ വിമത വിഭാഗം. ഇപ്പോൾ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ റാലിയായി എത്തി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ പോലീസ് അത് തടയുകയുണ്ടായി. പ്രധാനമായും പോലീസ് നേരത്തെ തന്നെ അവരോട് പറഞ്ഞതാണ് ബിഷപ്പ് ഹൗസിനുള്ളിൽ ഇത്തരത്തിൽ സമരം നടത്താൻ കഴിയില്ല, അനുവദിക്കില്ല എന്ന്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരക്കാർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇത് പോലീസ് തടയുകയും ചെയ്തു. ഗേറ്റ് തള്ളി തുറന്ന ഉള്ളിലേക്ക് കടക്കാനായിരുന്നു പ്രതിഷേധക്കാരുടെ ശ്രമം. എന്നാൽ ഇത് തടയുകയുണ്ടായി. ഇപ്പോൾ ഗേറ്റിന് പുറത്ത് മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ്. നേരത്തെ റോഡിലടക്കം ഇറങ്ങിയാണ് ഇവർ പ്രതിഷേധം നടത്തിയത്. വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോഡിലിറങ്ങി പ്രതിഷേധം നടക്കുന്നത്. പൂർണ്ണമായും ഈ അങ്കമാലി അതിരൂപത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരുവിലേക്ക് പ്രതിഷേധം എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത്. രാവിലെ 5:30 21ഓളം വൈദികരെ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രൂക്ഷമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പ്രധാനമായും പറയുന്നത് പോലീസ് ബലം പ്രയോഗിച്ച ഈ വൈദികരെ മാറ്റിയെന്നും ഇവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. ഏതായാലും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് ഇവരുടെ നിലപാട്. അതേസമയം പോലീസ് വ്യക്തമാക്കുന്നത് സമവായത്തിന് തയ്യാറാണ്, സമാധാനപരമായി കാര്യങ്ങൾ ധരിപ്പിക്കാൻ. എന്നാൽ പ്രതിഷേധക്കാർ അനുവദിക്കുന്നില്ല. അവർ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. തുടക്കം മുതൽ പോലീസ് ഇത് വ്യക്തമാക്കിയതാണ്. എന്നാൽ കൃത്യമായ അജണ്ടയോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. രാവിലെ റോഡിലായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും പള്ളിക്കകത്തേക്ക് കയറാനും അതുപോലെ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് കയറാനുമുള്ള ശ്രമമാണ്. അതിന് ഗേറ്റ് തുറന്ന് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക് പ്രതിഷേധത്തിന്റെ രീതി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. രാവിലെ സമാധാനപരമായി പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറല്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അവർ. എന്തായാലും അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ ബിഷപ്പുമാരുമായി ചർച്ച മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ ജില്ലാ ഭരണകൂടവുമായിട്ടോ പോലീസുമായിട്ടോ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു നിലപാടെടുത്തതാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുന്നത്. എന്നാലും പോലീസ് ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാരെ ബിഷപ്പ് ഹൗസിനുള്ളിൽ കടത്തിവിടില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ശരി അർച്ചന, അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുൻപിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധക്കാർ. അവരുമായുള്ള അനുനയ ചർച്ചകൾക്ക് പോലീസ് ഇടപെടുന്നുണ്ടെങ്കിലും അതും ചർച്ചകൾ ഫലവത്താകുന്നില്ല. പ്രതിഷേധക്കാർ പോലീസിൻ്റെ നടപടികളോട് തീർത്തും നിസ്സഹരണ സ്വഭാവം, അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ബിഷപ്പ് ഹൗസിലേക്ക് ഉള്ളിലേക്ക് ഗേറ്റ് തുറന്ന് തള്ളിക്കയറാൻ അവർ നടത്തിയ ശ്രമം പോലീസ് അത് ഗേറ്റ് അടച്ചുകൊണ്ട് തന്നെ പ്രതിരോധിച്ചിരുന്നു. ഇതിലൊക്കെയുള്ള പ്രതിഷേധമാണ് അവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളികളുമായി അവർ പ്രതിഷേധിച്ച് തീർക്കുന്നത്. അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.